വർഷം പീഡിപ്പിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്ന്, അടിമത്തത്തിലായി പോയ ഇന്ത്യയിൽ നിന്ന് അനേകം ജീവിതങ്ങൾ രക്തസാക്ഷികളായി തീർന്നതിന്റെയും തങ്ങളുടെ വിയർപ്പൊഴുകിയതിന്റെയും ജീവൻ പണയം വെച്ചതിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ന് നാം കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു. 1600-കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, സൂര്യനസ്തമിക്കാത്ത നാടെന്നറിയപ്പെടുന്ന ബ്രിട്ടന്റെ കമ്പനിയായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കച്ചവടത്തിന് വേണ്ടി കടന്നു വന്നു. കച്ചവടത്തിന് കടന്നു വന്നവർ നാം ദുർബലരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മെ അവരുടെ അടിമകളാക്കി. അനേകം ധീരന്മാർ, വിപ്ലവ നായകന്മാർ തങ്ങളുടെ ജീവനെ പണയം വെച്ച് നൂറ്റാണ്ടുകളായി തുടർന്ന പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യ 1947 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കൈവരിച്ചു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യക്ക് ഡോക്ടർ B.R. അംബേദ്കർ നാളേറ്റ് തയ്യാറാക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും മൗലികാവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിലുടനീളം എവിടെ സഞ്ചരിക്കുവാനും, ഇന്ത്യയിൽ എവിടെ താമസിക്കുവാനും, തൊഴിൽ ചെയ്യുവാനും, വിദ്യാഭ്യസിക്കുവാനും, താൻ വിശ്വസിക്കുന്ന ഏതൊരു മതത്തിൽ വിശ്വസിക്കുവാനും, അത് പ്രചരിപ്പിക്കുവാനും, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും ഏതൊരു ഇന്ത്യൻ പൗരനും മൗലികാവകാശം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ത്യൻ ഭരണകൂടനെ അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും അവകാശപ്പെട്ടതാണ്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പുള്ള ഇന്ത്യയാണോ ഇന്ന് നാം കാണുന്ന ഇന്ത്യ? വസ്ത്രം മറയ്ക്കുവാൻ അവകാശമില്ലാതെ അല്പവസ്ത്രധാരികളായി നടന്ന ഒരു ചരിത്രം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടായിരുന്നു. വിദ്യാഭ്യസിക്കുവാൻ നിവൃത്തിയില്ലാതെ താഴ്ന്ന ജാതിക്കാരൻ വേദമോതുന്നത് കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയമൊരുക്കി അവന്റെ കർണപുടങ്ങളെ നാശത്തിലേക്കാക്കിയ ഒരു പൂർവ്വകാലം ഇന്ത്യക്കുണ്ട്. നാം ഇന്ത്യ മഹാരാജ്യം കടന്നു വന്ന ചരിത്രം വലുതാണ്, വളരെ വലുതാണ്. സത്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ പോലെ ഇത്ര ഉദാത്തമായ ഭരണഘടനയുള്ള ഒരു രാജ്യം വേറെയില്ല. ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് താനൊരു ഇന്ത്യൻ പൗരനാണെന്ന് പറയുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ സഹോദരീ സഹോദരന്മാരും, ഇന്ത്യയിലുള്ള എല്ലാ സഹോദരീ സഹോദരന്മാരും എന്റെ സഹോദരങ്ങളാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഒരു ഇന്ത്യക്കാരിയാണെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം അത്ര സംസ്കാരങ്ങളുടെ സമ്പന്നതയുള്ള ഒരു രാജ്യം, വിവിധമാകുന്ന ഭാഷകൾ കൊണ്ട് നിറയപ്പെട്ട ഒരു രാജ്യം, വിവിധമാകുന്ന മത സാംസ്കാരികത കൊണ്ട് നിറയപ്പെട്ട ഒരു രാജ്യം, ലോകത്ത് എടുത്തു പറയാവുന്ന ഒരു ഭരണഘടനയുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെതല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യം ഓരോ പൗരനും നൽകിയിരിക്കുന്ന അവകാശങ്ങൾ പാലിക്കപ്പെടുവാൻ കഴിയുന്നുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നതിനുള്ള അവകാശം ഇവിടെ ഏതൊരു സാധുവിനുമുണ്ടോ? വാസ്തവത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യക്ക് വാസ്തവമായ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? ഇന്നും ബാലവേല നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ശിശു പീഡനങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, സ്ത്രീ പീഡനങ്ങൾ ഒരു പരമ്പര പോലെ നടമാടുന്നു. ദൈവത്തിന്റെ സ്വന്തം രാജ്യമെന്ന് അവകാശപ്പെടുന്ന കൊച്ചു കേരളത്തിൽ ദിനം പ്രതി കൊലപാതക പരമ്പരകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഇന്ത്യൻ പൗരനും വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള മൗലികാവകാശം നിലനിൽക്കെ തന്നെ അനേകരുടെ വിദ്യാഭ്യാസങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു. വാസ്തവമായി ഇന്ത്യൻ ഭരണഘടന ഇതാണോ നമുക്ക് നേടിത്തന്നത്? ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് നമുക്ക് വേണ്ടി വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം ഇതാണോ? മാന്യമായ വസ്ത്രധാരണം ലഭിക്കുവാൻ സാധിക്കാതിരുന്നിടത്ത് നിന്ന് മാന്യമായ വസ്ത്രം ധരിക്കുന്ന യുവതലമുറ ഇന്ന് അവരുടെ വസ്ത്രധാരണം അല്പമായി ചുരുക്കിയിരിക്കുന്നു.
ഇന്ന് മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണോ? ഏതൊരു വ്യക്തിക്കും അവന്റെ മതത്തെ പ്രചരിപ്പിക്കുവാനും വിശ്വസിക്കുവാനും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും അവകാശമുണ്ടെന്നിരിക്കെ കഴിഞ്ഞ ചില മാസങ്ങളായി രണ്ട് നിരപരാധികളായ കന്യാസ്ത്രീകളെ മതപ്രചരണത്തിന്റെ പേരിൽ തൂറിക്കലടക്കപ്പെട്ട ഒരു നിയമസംഹിത ഇവിടെ നിലവിൽ വന്നതെന്തുകൊണ്ട്? മറ്റാർക്കും ജീവിക്കുവാൻ കഴിയാത്തതുപോലെ തങ്ങൾക്ക് മാത്രം ജീവിക്കണമെന്ന് ഒരു മതവിഭാഗം ഇവിടെ ശാഠ്യം പിടിക്കുന്നത് എന്തുകൊണ്ട്? സകല മനുഷ്യർക്കും അവകാശമായി നൽകപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ട് മതവർഗീയ പ്രതികൾ നടമാടുന്നു? സ്നേഹിതരെ, ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യമുള്ളവരാകും. നാം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മദ്യപാനത്തിൽ നിന്ന് ഇന്ത്യ വിടുവിക്കപ്പെട്ടു, നെറികൂത്തുകളിൽ നിന്ന് ഇന്ത്യ വിടുവിക്കപ്പെട്ടു, മതാചാരങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങൾ ഇന്നും നടമാടുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? കുടുംബങ്ങൾ